ഗസയിലേക്ക് ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തക യാത്ര ചെയ്യാൻ. അവർ ക്രൈസ്തവയാണ്, യുവതിയാണ്, മാധ്യമ പ്രവർത്തകയാണ്. UNOയുടെ മാധ്യമ പ്രതിനിധിയായി ഫലസ്തീനിൽ അവിടുത്തെ മുസ്ലിംകളുടെ കൂടെ ഒരു മാസം കഴിയാൻ അവർക്ക് അവസരമുണ്ടായി. അപ്പം ഫലസ്തീനിലെ ഇപ്പോഴുള്ള ജനതയുടെ അവസ്ഥ നമ്മൾക്കൊക്കെ ഫലസ്തീനിൽ പോയിട്ടില്ലെങ്കിൽ പോലും പകൽ വെളിച്ചം പോലെ സുതരാം സുവ്യക്തമാണ്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വസ്ത്രമില്ല, അവർക്ക് പാർപ്പിടമില്ല, അവർക്ക് ആഹരിക്കാൻ ആഹാരങ്ങളില്ല, അവർക്ക് പാനം ചെയ്യാൻ പാനീയമില്ല, അവരുടെ കൂടെ ഉറ്റവരില്ല, അവരുടെ കൂടെ ഉടയവരില്ല. അവർ കണ്ടയിടത്തൊക്കെ കയറിക്കിടക്കുന്ന ആളുകളാണ്. പക്ഷെ പരുപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഈ അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായ ക്രൈസ്തവ വനിത ഗസയിൽ അവരുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു മാസം താമസിച്ചപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഫലസ്തീനിലെ മുസ്ലിങ്ങൾ ഇത്രയും വലിയ ദുരിത പേമാരിയുടെ പെയ്ത്ത് അവരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ഒരു നിലക്കും മനസ്സിലാകുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പം അടുത്താണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറി അറ്റൻഡറായ വി വിമൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് വി വിമൽ ഇങ്ങനെ പറയുകയാണ്: പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, വളരെ അടിയന്തരമായിട്ട് കേരളത്തിൻ്റെ UP ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ആൺകുട്ടികളും പെൺകുട്ടികളുമായ സകല വിദ്യാർത്ഥികൾക്കും അടിയന്തരമായിട്ട് മനഃശാസ്ത്ര കൗൺസിലിംഗ് ക്ലാസ് പാഠ്യപദ്ധതിയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ആരാ പറയണത്? ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ അറ്റൻഡറായ ഒരു ശരാശരി സാധാരണ തൊഴിലാളി. എന്തിനാ അദ്ദേഹം അത് പറയുന്നത്? ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന മോർച്ചറിയുടെ പോസ്റ്റ്മോർട്ടം ടേബിളിൻ്റെ മുകളിലേക്ക് ഉയർത്തപ്പെട്ട മൃതദേഹങ്ങളിൽ ഏറിയ കൂറും കൊച്ചുകുട്ടികളുടെ ഭൗതിക ശരീരമായിരുന്നു. അത് 11 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ശരീരം, 12 വയസ്സുകാരനായ ആൺകുട്ടിയുടെ ശരീരം. ഈ കുട്ടികളൊക്കെ മരിച്ചത്, അല്ലെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ ഭൗതിക ശരീരം വയറ് കീറി പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തിൻ്റെ പേരിലാണ്? ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചതാണോ? മാരക രോഗം വന്നിട്ട് മരണപ്പെട്ടതാണോ? അതൊന്നുമല്ല, അവർ ആത്മഹത്യ ചെയ്തതാണ്. അപ്പൊ കൊച്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാലം. എന്താ കാരണം? അച്ഛനൊന്ന് ശകാരിച്ചതാണ്, ഉമ്മ ഒന്ന് വഴക്കു പറഞ്ഞതാണ്. അപ്പൊ ജീവിതത്തിലെ ചെറിയ ചെറിയ പരിക്കുകളെ പോലും താങ്ങാൻ കഴിയാത്ത ബാലിശമായ ഹൃദയം പേറിയിട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മഹത്യ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ നമ്മളെ കുട്ടികൾക്കിടയിലൊക്കെ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാകുമ്പോ തന്നെ റെഡിയല്ലേ? കസേരക്കെട്ടില്ലേ? ഒന്ന് പെട്ടെന്ന് റെഡിട്ടോ, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ലോകത്ത് ഇത് സാർവത്രികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഫലസ്തീനിൽ അതൊന്നും നടക്കുന്നില്ല. നമ്മളെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരികൾ ഇവരൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ദാരിദ്ര്യമാവാം, തൊഴിലില്ലായ്മയാവാം, അല്ലെങ്കിൽ മികച്ച ജോലി കിട്ടാത്തതാവാം, ജീവിതത്തിലെ ഉറ്റവര് ഉടയവര് മരണപ്പെട്ടതാവാം. അങ്ങനെ പല കാരണങ്ങളാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് ഫലസ്തീനിലെ ഗസയില്, ഖാൻ യൂണിസിൽ, റാമല്ലയില്, വെസ്റ്റ് ബാങ്കില് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊന്നും ആത്മഹത്യ ഇല്ലല്ലോ. ഒരു പട്ടിണി കൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത്. എന്നാൽ പട്ടിണിയുടെ ഏറ്റവും എക്സ്ട്രീമായ ഒരു വേർഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഫലസ്തീനിലാണ്. ഉറ്റവർ മരണപ്പെട്ടതിൻ്റെ പേരിലാണ് മലയാളികൾ അടക്കം ഉള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും കൂടുതലുള്ളത് ഫലസ്തീനിലെ കുട്ടികൾക്കാണ്. കാരണം ഉമ്മയില്ലാത്ത കുട്ടി, ഉപ്പയില്ലാത്ത കുട്ടികൾ, അല്ലേ?
എന്നിട്ടും അവരൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ല. അതാണ് ഈ ഫലസ്തീനിലേക്ക് പോയ അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായ യുവതി പറഞ്ഞത്. ഹാവ് യു ഫൗണ്ട് എനിവൺ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ ഗാസ ഈവൻ ദോ ഇൻ ദിസ് ഗ്രേറ്റ് ഹങ്കർ? ലോകത്തെ ഇത്രയും ഭീകരമായ ആൻഡ് പോവർട്ടി, ലോകത്തെ ഇത്രയും വലിയ ഭീകരമായ ദാരിദ്ര്യവും പട്ടിണിയും അലട്ടിക്കൊണ്ടിരുന്നിട്ടും ഗസയിലെ ഒരു യുവതിയോ ഒരു യുവാവോ ഇത്ര കാലമായിട്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല. ഈവൻ ദോ ഈസ് ഇൻ ദിസ് ഗ്രേറ്റ് ഹങ്കർ. ഇത്രയും വലിയ ഭീകരമായ ദാരിദ്ര്യത്തിന്റെ ഇടയിലും ഗസയിലെ ഒരാളും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. ബിക്കോസ് ഓഫ് സ്പിരിച്വൽ കപ്പാസിറ്റി, നോട്ട് ദി മെറ്റീരിയൽ കപ്പാസിറ്റി. അത് എന്തുകൊണ്ടാണ്? അത് സ്പിരിച്വൽ കപ്പാസിറ്റി കൊണ്ടാണ്, ആത്മീയമായ ശക്തി കൊണ്ടാണ്, മെറ്റീരിയൽ കപ്പാസിറ്റി കൊണ്ടല്ല. അപ്പം അത് നമുക്ക് നമ്മളെ കണ്ടെത്തുവാനുള്ള ഏറ്റവും വലിയൊരു ഊർജമാണ്. നാം നമ്മളെ കണ്ടെത്തുകയാണ്, നാം നമ്മളിലേക്കുള്ള തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അല്ലാഹു തആല നമ്മുടെ കുടുംബം, നമ്മുടെ സംവിധാനം, നമ്മുടെ ദീന്, നമ്മുടെ മജ്‌ലിസ്, നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ തൊഴില്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, നമ്മുടെ ദാമ്പത്യം എല്ലാം നമുക്ക് ഒരു അമാനത്തായി ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വസ്തുവാണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു നമ്മളോട് ഖുർആനിലൂടെ പറയാൻ, പരിശുദ്ധമാനായ തമ്പുരാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന സൂക്ഷിപ്പ് മുതലാകുന്ന അമാനത്ത് അതിൻ്റെ അവകാശികൾക്ക് മുറ പോലെ വകവച്ചു കൊടുക്കാൻ നിങ്ങളോട് കൽപ്പന നടത്തിയിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ജഅൽനാ റാഈന ലി അമാനത്തിനാ. അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നീ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ അമാനത്തുകളെ പരിപാലിച്ചു പോകുന്ന ആളുകളായി മാറണേ അല്ലാഹ്. അതിനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ എന്ന് പരിശുദ്ധ റബ്ബിനോട് ദുആ ചെയ്യാൻ അല്ലാഹുവിൻ്റെ റസൂൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. മൻ അദ്ദൽ അമാന വഖഫ അൻ അറാദിൻ നാസ് ഫഹുവ റജുൽ. മറ്റൊരു സ്ഥലത്ത് നബി തങ്ങൾ പറയുണ്ടായി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അമാനത്തിനെ യഥോചിതം അല്ലെങ്കിൽ യഥാർത്ഥത വീട്ടുന്നത്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ശല്യമാവാതെ ജീവിക്കുന്നത് ആരാണ്? ഫഹുവ റജുൽ, അവനാണ് ആൺകുട്ടി. അതൊരു പ്രയോഗം. ഫഹുവ റജുൽ, അവനാണ് ആൺകുട്ടി എന്ന് പറഞ്ഞാൽ അവനാണ് മനുഷ്യൻ, അവനാണ് ധീരൻ, അവന് പോയിന്റ് കൊടുക്കണം, അവൻ ശ്രദ്ധിക്കപ്പെടേണ്ട റോൾ മോഡലാണ്. അപ്പൊ എന്താണ്? ജനങ്ങൾക്ക് ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക, ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനകീയനാകാൻ സാധ്യമാവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഹൃദയപരത കൊണ്ട് സാധ്യമാകുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന അമാനത്ത് എന്ന് പറഞ്ഞ് കുടുംബത്തെ വളരെ പ്രധാനമായിട്ടും പറഞ്ഞത്. കുടുംബത്തെ പറഞ്ഞത്, കുടുംബം ഒരു തീരമാണല്ലോ. ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം, വിഴിഞ്ഞം ഒരു പോർട്ടാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ഒരുപാട് കപ്പലുകൾ, വ്യത്യസ്ത രാജ്യങ്ങളുടെ കപ്പലുകൾ വരുന്നു. ഇമ്പോർട്ടിങ്, എക്സ്പോർട്ടിങ്, ലോജിസ്റ്റിക്കിന്റെ ഭാഗമായിട്ട് ചരക്കുകൾ ഇറക്കുന്നു, ചരക്കുകൾ കയറ്റുന്നു, അങ്ങനെ പോകുന്നു. പക്ഷെ തീരം അവിടെ തന്നെ ഉണ്ട്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന തീരം അവിടെ തന്നെയുണ്ട്. തീരം എവിടെയും പോകുന്നില്ല. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം, നമ്മുടെ ഉപ്പ ഉമ്മ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങള്, നമ്മുടെ മക്കള്, ഈ പുത്ര മിത്ര കളത്രങ്ങള് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ എസെൻഷ്യലായ വസ്തുക്കളാണ്. അതുകൊണ്ട് തീരത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്താലും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് ആര് കയറി വന്നാലും, നമ്മൾ അവിടെ പോയാലും ഇവിടെ പോയാലും നമുക്ക് വന്ന് കൂടണയാനുള്ള തീരം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുടുംബമാണ്.
ആ കൗടുംബിക ബോധത്തെ എത്ര മനോഹരവും മഹത്തരവുമായിട്ടാണ് മതം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറ്റബോധങ്ങളൊക്കെ മനുഷ്യനുണ്ടാവുക. ഞാൻ നേരത്തെ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞ അതുകൊണ്ടാണ്. നമുക്ക് എന്തിനാ ഒരു പള്ളി, നമുക്ക് എന്തിനാണ് ഒരു മദ്രസ, അല്ലേ? ഈ പള്ളിയേക്കാൾ പ്രധാനമാണ് ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ മതകലാലയം. കാരണം ഈ പള്ളിയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മളെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്ന, ബോധവൽക്കരിക്കുന്ന ഒരു ക്ലിനിക്കാണ്, അല്ലെങ്കിൽ നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു ഫാക്ടറിയാണ് മദാരിസ്, മതകലാലയം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിലെ ചില അറബികളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ പള്ളി നിർമ്മിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ ആദ്യം കണ്ടീഷൻ പറയും, ആ നാട്ടിൽ മദ്രസ ഉണ്ടെങ്കിൽ ഞങ്ങളെ വക ഞങ്ങൾ പള്ളി തരുള്ളൂ. എന്താ കാരണം? മദ്രസ ഉണ്ടായാലേ പള്ളി ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പള്ളിയുടെ മനോഹരമായ മുന്നോട്ടുള്ള പ്രയാണം മതകലാലയത്തിൽ നിന്ന് നാം നേടിയെടുത്ത വിജ്ഞാനങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക, അല്ലേ? അറിവ് ആർജിച്ചു കൊണ്ടേയിരിക്കുക, പഠനം സ്വായത്തമാക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ പഠിച്ചിട്ടും തീരുന്നില്ലല്ലോ. പുതിയ പുതിയ അറിവുകളെ തേടിയിട്ട് ഒരു കുതുകിയെപ്പോലെ, ഒരു വിദ്യാർത്ഥിയെപ്പോലെ ഏത് പ്രായക്കാരനുമായ മനുഷ്യൻ ഇങ്ങനെ പാന്തനായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സഞ്ചാരം വിജ്ഞാനത്തിന് വേണ്ടിയാണ്, അല്ലേ? വിജ്ഞാനം നുകരാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ അച്ചടക്കത്തോടു കൂടെ ജ്ഞാനത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, എല്ലാവരും മരണത്തെ ഓർക്കണം, ത്വാലിബുൽ ഇൽമ് ഒഴികെ. നമ്മുടെ ദർസിൽ നിന്ന് അൽഹംദുലില്ലാ നമുക്ക് സന്തോഷദായകമായ പുതിയ വൃത്താന്തം പുറത്തു വരികയാണ്. നമ്മുടെ 2 കൺമണികൾ, നമ്മുടെ ശുഭ്രവസ്ത്രധാരികളായ 2 മുതഅല്ലിമീങ്ങൾ വിശുദ്ധ വേദഗ്രന്ഥത്തെ ഹൃദ്യസ്ഥമാക്കി സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് ഹാഫിള് എന്ന പട്ടക്കാരായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പോവാൻ. അത് ഈ നാടിൻ്റെ ഈ ബൃഹത്തായ സമ്പ്രദായത്തിന്റെ തിലകത്തിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ഒരു മനോഹരമായ പൊൻതൂവലാണ്. നമുക്കുള്ളൊരു വലിയൊരു ക്രെഡിറ്റാണ്. കാരണം ഒരു കുട്ടി ഹാഫിളാവുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ആണല്ലോ അതിൻ്റെ ചാരിതാർത്ഥ്യം പേറുന്നത്. ആദ്യം ആ കുട്ടിയെ പറഞ്ഞയച്ച മാതാപിതാക്കൾ, അവർ എത്ര സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും പിഞ്ചിലേ, അല്ലേ? ഒരു ഹാഫിളാകാനൊക്കെ ഒരു കുട്ടിയെ വിടുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഏറ്റവും ശൈശവ ദശയുടെ മൂർത്തിമൽ ഭാവത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ കുട്ടിയെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും അതിൻ്റെ കൊതി ആ മാതാവിൽ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് തള്ളക്കോഴി കുഞ്ഞു കിടാവിനെ കൊത്തിയാട്ടും പോലെ ഈ കാലത്തിൻ്റെ അപ്രിയ സത്യത്തെ മാതാവ് ഉൾക്കൊണ്ടിട്ട്, എൻ്റെ മകനെ ഇപ്പം ഞാൻ വഴി പിരിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മകനെ എനിക്കൊരു ഹാഫിളായി കിട്ടില്ല, ഒരു പണ്ഡിതനായി കിട്ടില്ല എന്ന ബോധ്യത്തിൻ്റെ പുറത്ത് മാത്രം മാതാവ് മകനെ തന്നിൽ നിന്ന് പിരിക്കുകയാണ്, പിതാവ് പിരിക്കുകയാണ്, അല്ലേ? പിന്നെ അവര് ആ കുഞ്ഞ് ഓതാൻ പോയി. പിന്നെ അവര് ആ കുഞ്ഞില്ലാതെ വീട്ടിൽ കഴിയുന്ന ചില ദിനരാത്രങ്ങളുടെ നൊമ്പരങ്ങളുണ്ട്. ഒരു നല്ലൊരു ഭക്ഷണം, സുഭിക്ഷമായ ഒരു അന്നം വരുമ്പോൾ കണ്ണ് നിറയും, വയറ് നിറയൂല. ഒരു ബിരിയാണി കാണുമ്പോൾ, ഒരു മട്ടൻ കാണുമ്പോൾ, ഒരു ബീഫ് കാണുമ്പോൾ എന്തിനാ നിറയുന്നത്? എൻ്റെ കുഞ്ഞില്ലല്ലോ എൻ്റെ കൂടെ ഇത് കഴിക്കാൻ, പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്നിട്ടും ആ ഉമ്മ അത് ത്യജിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? വലിയൊരു റിസൾട്ട് ഇവിടെ വരാൻ പോകുന്നു. വയലേലയിൽ ഞാറുനടിയിൽ കർമ്മത്തിന് വേണ്ടി പാഴ്ചേറിലേക്ക് തൻ്റെ ശുദ്ധമായ പാദങ്ങളെ താഴ്ത്തുന്ന കർഷകനെ പോലെയാണ് ഒരു ത്വാലിബുൽ ഇൽമിനെ രൂപപ്പെടുത്തുന്ന ഉമ്മയും ഉപ്പയും ഉസ്താദും നാട്ടുകാരും കമ്മിറ്റിക്കാരും അതിന് സഹായം നൽകുന്ന എല്ലാ മനുഷ്യരും. കാരണം ഇതൊരു രൂപീകരണമാണ്, ഇതൊരു മോൾഡിങ് പ്രോസസ്സാണ്. ഒരു കുട്ടി ഹാഫിളായി പിറന്ന് വീഴുകയല്ലല്ലോ, രായിക്ക് രാമാന് ഓതി 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 ചർവിത ചർവണം എന്ന് പറയില്ല ഭാഷയിൽ. നമ്മൾ ചർവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചർവണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. ചർവിതം എന്ന് പറഞ്ഞാലോ ചവയ്ക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ ചവച്ചതിനെ വീണ്ടും ചവക്കുന്നതിനാണ്, പറഞ്ഞതിനെ വീണ്ടും പറയുന്നതിനാണ് നമ്മൾ ഭാഷാപരമായിട്ട് ചർവിതത്തെ ചർവണം ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ഹിഫ്ള് ഒരു കുട്ടി പഠിക്കുന്നത് അങ്ങനെയാണ്.
അവൻ്റെ ശരീരഭാഷ പോലും ആടി ഇങ്ങനെ ഒരു താളം അതിന് രൂപപ്പെട്ടിട്ടുണ്ടാകും. വീണ്ടും 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 ഓതി പഠിച്ചു അല്ലേ? ഏത് സമയത്താണ്? നമ്മളെ കുട്ടികളൊക്കെ കളിമ്പം എന്നാണ് അതിന് മലയാളത്തിൽ പറയാ. കിലാടി എന്നൊക്കെ പറയും ഉറുദു ഭാഷയിൽ. കിലാടി എന്ന് പറഞ്ഞാൽ എന്താ? കേൾനെ വാല ബച്ച. അവനൊരു കില്ലാടിയാണെന്ന് പറയില്ലേ മലയാളത്തിൽ നമ്മൾ? അത് ഉറുദുവിലെ കിലാടി എന്ന കേൾനെ വാല ബച്ച, കിലാടി എന്ന വാക്കിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതാണ്. അങ്ങനെ ഇൻസ്റ്റയിൽ കളിച്ച്, വാട്സപ്പിൽ കളിച്ച്, ഫ്രീ ഫയർ കളിച്ച്, അവിടെ പോയി ഇവിടെ പോയി വഴക്ക് പറഞ്ഞ് വികൃതിയായി, ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് എണീറ്റ് വരാൻ സമയമില്ലാതെ, ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് എണീറ്റ് വരാൻ സമയമില്ലാതെ, ഇങ്ങനെ കളിമ്പം, കളിയോടുള്ള ഇമ്പം മാത്രം ലാക്കാക്കി ജീവിക്കുന്ന അതേ പ്രായത്തിന്റെ ഉടമയായ ഒരു കുട്ടിയെ ഒരു ഉമ്മ പുതിയ വസ്ത്രം ധരിപ്പിക്കുകയാണ് അല്ലേ? ആ കുട്ടിയോട് ഇങ്ങനെ പറയാണ്, മോനെ നീ ഖുർആന്റെ പഠിതാവാണ്. അപ്പൊ ആ കുട്ടിയും ആ ഉമ്മയും ആ ഉപ്പയും എത്ര സഹിക്കുന്നുണ്ട്. ആ സഹന തീഷ്ണതയുടെ ഒരു ഔട്ട്പുട്ടാണ് ഒരു കുട്ടി ഹാഫിളാവുക എന്ന് പറഞ്ഞാൽ. പിന്നെ ജീവിതകാലം മുഴുവൻ അവൻ്റെ പേരിൻ്റെ കൂടെ ഹാഫിൾ എന്ന കമനീയമായൊരു പട്ടം ചാർത്തപ്പെടുകയാണ്. നാളെ ഹിഫ്ലിൻ്റെ ബിരുദം വാങ്ങുമ്പോൾ 10, 25, 26 വയസ്സുള്ള ഈ കൺമണിയുടെ യുവതിയായ ഉമ്മ, ആ ഉമ്മയുടെ കണ്ണ് ഇങ്ങനെ നിറയും, അധരങ്ങൾ ഇങ്ങനെ വിറക്കും. കാരണം ഞാൻ എൻ്റെ ത്യാഗം കൊണ്ട് ഉണ്ടാക്കി തീർത്ത ഒരു മനോഹരമായ നാമം എൻ്റെ കുട്ടിയുടെ ശിരസിലേക്ക് ഒരു പൊൻതൂവലായി ചാർത്തപ്പെടുകയാണ് അല്ലേ? അപ്പൊ ഇതിൻ്റെ പിറകിലുള്ള സകല സാഹസങ്ങൾക്കും നമ്മൾ നല്ല വില കൊടുക്കണം. ഏത് കാര്യം അങ്ങനെ തന്നെയാ. കടയിൽ പോയിട്ട് 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ നമുക്ക് ആപ്പിൾ പോയി കഴിച്ചാൽ മതി. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നല്ല ബസുമതിയുടെ അരി വാങ്ങുമ്പോൾ, ജീരകശാല അരി വാങ്ങുമ്പോൾ, നല്ല കയമ റോസ് അരി വാങ്ങുമ്പോൾ അല്ലേ, ആ അരി കൊണ്ട് ചോറ് വെച്ചിട്ട് ചോറിങ്ങനെ തിന്നാൽ മതി നമുക്ക്. പക്ഷെ അള്ളാഹു പറയുന്നത് എന്താണ്? അങ്ങനെ ഉമ്മ ഒരു പ്ലേറ്റ് ചോറ് നിന്റെ മുന്നിലേക്ക് തരുമ്പോൾ നീ ചിന്തിക്കേണ്ടത്, എൻ്റെ ഉമ്മ എങ്ങനെയാണ് വിറകുണ്ടാക്കിയത്, വിറക് കത്തിച്ചത്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തത്, എങ്ങനെയാണ് തീയിന്മേൽ അഥവാ തീയിൻ്റെ മുകളിൽ ഇത് വെന്ത് പാകമായത് എന്നല്ല. ഖുർആനിൽ അള്ളാഹു നടത്തിയ പ്രയോഗം എന്താണ്? ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബാ. നിന്റെ മുമ്പിലേക്ക് നട്ടുച്ച നേരത്ത് വിശക്കുന്ന വയറുമായിട്ട് നീ അടുക്കളയിൽ പോയിട്ട് ഉമ്മ ചോറ് താ എന്ന് പറയുമ്പോ ചോറും കറിയും ഒഴിച്ചിട്ടൊരു പ്ലേറ്റ് ഭക്ഷണം നിന്റെ മുമ്പിലേക്ക് നിന്റെ മാതാവ് കൈനീട്ടം പോലെ നീട്ടിത്തരുമ്പോ ഒരു പ്ലേറ്റ് ചോറിൽ നിന്ന് ഉരുളയായി നീ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപ് അതേ ആഹരിക്കാനുള്ള ആഹാരത്തിലേക്ക് ഒരു നിമിഷം നീ നോക്കിയിട്ട് നീ ചിന്തിക്ക് മനുഷ്യ, അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബാ. നിന്റെ ഉടമസ്ഥനാകുന്ന ഉടയതമ്പുരാനാകുന്ന പടച്ചോനാകുന്ന ഞാന് ആകാശഗംഗയുടെ കട്ടപിടിച്ച മേഘശൈലങ്ങളുടെ മാറിടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഭൂമിയാകുന്ന നിന്റെ മണ്ണിനെ നനക്കാൻ ഓശാരമായിട്ട് മഴ പെയ്യിപ്പിച്ചത് എന്ന് ഒരു പ്ലേറ്റ് വെന്ത ചോറ് നിന്റെ മുമ്പിലെത്തുമ്പോൾ നീ ആലോചിക്കുകയെന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആൻ നമ്മളോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് നാം ഭൂമിയെ കീറിയത്? എന്താ ഷക്ക എന്ന് പറഞ്ഞാൽ? കീറ. ഒരാളിങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് സഹാബികൾ ഗാലറിയിൽ നിന്ന് പറഞ്ഞില്ലേ, ഓ ദാറ്റ് ഈസ് അല്ലേ, ഹീസ് ഗ്രേറ്റ്, ഭയങ്കര യോദ്ധാവാണ് അയാൾ സ്വർഗസ്ഥനാണെന്നൊക്കെ വിലയിരുത്തി. പക്ഷെ യുദ്ധം ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന നീയത്ത്, ഞാൻ നല്ല ധീരനാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്നെപ്പറ്റി വിലയിരുത്തട്ടെ എന്ന നീയത്തായിരുന്നു. അത് നബി തങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മളൊക്കെ ബാഹ്യമായിട്ടാണല്ലോ ജനങ്ങളെ വിലയിരുത്തുക. ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. നിങ്ങൾ ഒരിക്കലും ഒരു പുസ്തകത്തെ അതിൻ്റെ ചട്ട നോക്കിയിട്ട് വിലയിരുത്താൻ പാടില്ല. നമ്മളാരെങ്കിലും നമ്മളെ കുട്ടികളെ ഒരു ലൈബ്രറിയിലേക്ക്, ഒരു ബുക്ക് സ്റ്റാളിലേക്ക്, ഒരു പബ്ലിഷേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു കടയിലേക്ക് പറഞ്ഞയച്ചിട്ട് നല്ല ചട്ട ചുരുക്കുള്ള
അല്ലേ? കാണാൻ മൊഞ്ചുള്ള കവറുള്ള ഒരു പുസ്തകം നീ വാങ്ങി വാ എന്ന് പറയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോൻ അവിടെ വെച്ച് വിലയിരുത്തപ്പെടൂലേ? അപ്പൊ നമ്മൾ എന്താ പറയാ? ഇപ്പൊ ബെന്യാമീന്റെ ആടുജീവിതമാണെങ്കിൽ അത് വായിച്ച ആള് പറയും, ധൈര്യമായിട്ട് വാങ്ങിക്കോ, നിനക്ക് നല്ലൊരു അനുഭവം കിട്ടും. ബാബു അബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ വായിച്ച ഒരാളാണെങ്കിൽ പറയും, ധൈര്യമായിട്ട് മേടിച്ചോ, അതിൽ മുതലുണ്ട്. ത്രയംബകം വായിച്ചോൻ പറയും, അത് മുതലാണ്. തകഴിയുടെ ചെമ്മീൻ വായിച്ചോൻ പറയും, ധൈര്യമായിട്ട് വായിക്കോ, അതിൽ ചട്ട തന്നെ കാണില്ല ചിലപ്പോ. അപ്പൊ ഒരിക്കലും ചട്ട നോക്കിയിട്ടല്ല നമ്മൾ പുസ്തകത്തെ വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അയാൾ പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അയാൾ എങ്ങനെയാണ്, അയാളുടെ ശരീരഭാഷ എന്താണ്, അതൊന്നൊരു മനുഷ്യനെ വിലയിരുത്താനുള്ള അളവുകോലോ മാനദണ്ഡമോ അല്ല. നമ്മൾ എന്ത് ചെയ്യണം? അയാളുടെ നിയത്തെന്താണ്, അയാൾ അവിടെ കാണുന്നത് എന്താണ്. ഇപ്പൊ ചില ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുകയാണ്. ഇപ്പൊ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവരൊക്കെ സിബ്ലിങ്സ് ആണ്, ചോരബന്ധങ്ങളിൽപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പൊ ഇവര് തമ്മിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ജ്യേഷ്ഠനാണ്, അനുജനാണ്, ഒരു കുഴപ്പമുണ്ടാകൂല. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു നല്ല പാതി കയറി വരുമ്പോഴാണല്ലോ ചിലപ്പോൾ ആ നല്ല പാതികളാകുന്ന സ്ത്രീകൾ ഭാര്യന്മാരാണ്. ഒരാൾ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, ഒരാൾ അനുജന്റെ ഭാര്യയാണ്. അവര് ചോരബന്ധത്തിൽപ്പെട്ട ആൾക്കാരല്ല. ഇവർ ഇരു കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഏതോ നാട്ടിലെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലെ പെൺകുട്ടികൾ മാത്രമാണ്. പക്ഷെ ഈ ഭർത്താക്കന്മാർ അങ്ങനെയാണോ? അല്ല, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന ആൾക്കാരാണ്, ഒരു ഉപ്പയുടെ ചോരബന്ധത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഈ ജ്യേഷ്ഠനും അനുജനും കല്യാണം കഴിച്ച സ്ത്രീകൾ വ്യത്യസ്ത കുടുംബക്കാരാണെങ്കിലും ഇവരൊരു ഉമ്മാന്റെയും ഉപ്പാന്റെയും മക്കളാണ് ഈ പുരുഷന്മാരാകുന്ന ഭർത്താക്കന്മാർ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ദമ്പതികൾക്കിടയിൽ അല്ലെങ്കിൽ ഭാര്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വശപ്പശക്, അല്ലെങ്കിൽ അസ്വാരസ്യങ്ങള്, സ്വരച്ചേർച്ച ഇല്ലായ്മകള്, അത് ഭർത്താക്കന്മാരിലേക്ക് കൂടി പ്രസരണം നടത്തി കഴിഞ്ഞാല് കുടുംബത്തിന്റെ ആണിക്കല്ല് അവിടെ ഇങ്ങനെ ഇളകാൻ തുടങ്ങും. കാരണം ഭർത്താക്കന്മാര് ഒരു വീട്ടിലെ സ്വന്തം ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ്. അപ്പൊ അവിടെ നല്ല ലോജിക്, നല്ല ഹിക്മത്ത് നമ്മൾ പ്രയോഗിക്കേണ്ടി വരും എന്നർത്ഥം. അപ്പൊ അവിടെ ഈ തമ്മിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, ഇങ്ങനെ വീർപ്പുമുട്ടലുകൾ തുടങ്ങുമ്പോൾ ജ്യേഷ്ഠനെ ആലോചിച്ച് ഇനി എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ഒരു കടുത്ത വർത്തമാനത്തിലേക്ക്, വാഗ്വാദത്തിലേക്ക് ഞാൻ പോകേണ്ട സ്ഥിതി വരരുത് എന്ന് വിചാരിച്ച് ന്യായം പൂർണ്ണമായിട്ടും ഈ അനുജന്റെ ഭാഗത്താണ്, തെറ്റ് മുഴുവനും ജ്യേഷ്ഠന്റെ ഭാഗത്തായി എന്ന് അറിഞ്ഞിട്ടും അവൻ കുടുംബത്തിന്റെ ഭദ്രത പരിഗണിച്ചിട്ട് അനുജൻ പറഞ്ഞു, എൻ്റെ അടുത്താണ് തെറ്റ്, ഞാൻ തോറ്റു, ഞാൻ സമ്മതിച്ചു, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലെ മലക്കുകൾക്കറിയാം, അള്ളാഹുവെ പൂർണ്ണമായിട്ടും ന്യായം ഞാൻ തെറ്റ് ചെയ്തവനാണ് എന്ന് കട്ടായം പറഞ്ഞ ഈ അനുജന്റെ കയ്യിലാണ് ന്യായം എന്ന് മലക്കുകൾക്കറിയാം, അള്ളാഹുവിനറിയാം. പക്ഷേ അവൻ ഈ പാതാളത്തോളം താഴാൻ സാഹസപ്പെട്ട ഇവന്റെ മനഃശക്തിക്ക് അള്ളാഹു കൊടുക്കുന്നത് 1000 തഹജ്ജുദിനേക്കാൾ വലിയ പ്രതിഫലമാണ്. കാരണം അള്ളാഹു ആ ഖൽബിലേക്ക് നോക്കുന്നത്. വലിയൊരു സംഘർഷത്തെ ദൂരീകരിക്കാൻ അവൻ ആ കുടുംബത്തിൽ ഇടപെട്ടതിൻ്റെ മനോഹരമായ ഹിക്മത്തിന് അള്ളാഹു വലിയ വില കൊടുക്കാൻ. അപ്പൊ നമ്മൾ ത്യജിക്കുന്നത്, സഹിക്കുന്നത്, നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത്, അതിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല, വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിന്റെ സൗഷ്ഠവങ്ങളിലേക്ക്, ആകാര വടിവുകളിലേക്ക് അള്ളാഹുവിന് നോക്കേണ്ട കാര്യേയില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, സർവശക്തനായ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അമൽ സേ ജിന്ദഗി ബൻതി ഹേ, ജന്നത്ത് ബി ജഹന്നം ബി, യഹാ കി അപ്നെ നാരി ഹേ, ന നാരി ഹേ ന നൂരി ഹേ, യഹാ കി അപ്നി ഫിത്രത്ത് മേ ന നാരി ഹേ ന നൂരി ഹേ. നമ്മൾ ഫിത്രത്തിൽ ഖാക്കിയാൻ, ഖാക്ക് സേ ബനായി ഹുയി, മിട്ടി സേ ബനായി ഹുയി. മഡ് എന്ന് പറയുന്ന മിട്ടി അഥവാ മണ്ണ്, ആ മണ്ണ് കൊണ്ടാണല്ലോ നമ്മളൊക്കെ നിർമ്മിക്കപ്പെട്ടത്.